എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു മോക്ക് ടെസ്റ്റ് നോക്കാം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ അതെല്ലാവരും സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അസസ്മെൻറ്റ് യൂസ് ടു ഡിറ്റർമൈൻ എ പേഴ്സൺസ് എബിലിറ്റി ഇൻ എ പർട്ടിക്കുലർ ഫീൽഡ് ഓഫ് സ്റ്റഡീസ് ഈസ് കോൾഡ് എ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ബി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, സി ഇവാലുവേഷൻ, ഡി മെഷർമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. Teacher should begin a new topic or lesson with A. Explaining the importance of the subject, teacher's own experiences, some interest already possessed by students, an overview of the subject. D. An overview of the subject. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ടീച്ചർ ഷുഡ് ബിഗാൻ എ ന്യൂ ടോപ്പിക് ഓർ ലെസൺ വിത്ത് സം ഇൻട്രസ്റ്റ് ഓൾറെഡി പൊസസ്ഡ് ബൈ സ്റ്റുഡൻസ്. ഓക്കെ, ടീച്ചർ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുട്ടികളുടെ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് ആയിരിക്കണം. അപ്പോൾ ഇതാണ് സി ആണ് ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഈസ് മോർ ലൈക്ലി ടു കോൺട്രിബ്യൂട്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ്? അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റുഡൻസ്, ടീച്ചർ കോമ്പിറ്റൻസി, സി കറിക്കുല, ഡി സിലബസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടർ ഈസ് മോർ ലൈക്ലി ടു കോൺട്രിബ്യൂട്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ എഡ്യൂക്കേഷൻ? ഇതിൻ്റെ ആൻസർ സി കറിക്കുല ആണ്. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ടീച്ചർ പെർഫോംസ് പ്രാക്ടിക്കലി ആൻഡ് എക്സ്പ്ലെയിൻ ഈസ് ലെക്ചർ മെത്തേഡ്, ബി ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, സി പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്, ഡി ഡിസ്കവറി മെത്തേഡ്. ടീച്ചർ പെർഫോംസ് പ്രാക്ടിക്കലി ആൻഡ് എക്സ്പ്ലെയിൻ ഈസ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡാണ്. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ടു ഗ്രാസ്പ് ദ മീനിങ് of the material is A. comprehension, B. application, C. knowledge, D. synthesis. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇത് ബ്ലൂംസ് ടാക്സോണമി എന്ന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടു ഗ്രാസ്പ് ദ മീനിങ് ഓഫ് ദ മെറ്റീരിയൽ ഈസ് കോംപ്രിഹെൻഷൻ. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ. കിൽപാട്രിക്സ് പ്രോജക്റ്റ് മെത്തേഡ് ഈസ് എൻ ഔട്ട്കം ഓഫ് പ്രാഗ്മാറ്റിസം, ഐഡിയലിസം, റിയലിസം, ഓൾ ഓഫ് ദ എബോവ്. Kilpatrick's project method is based on the outcome of pragmatism ആണ്. ഓക്കെ, പ്രാഗ്മാറ്റിസം. അപ്പം ഹു ഇസ് ദ ഫാദർ ഓഫ് പ്രാഗ്മാറ്റിസം? ജോൺ ഡുവേ ആണ്. ഓക്കെ, ജോൺ ഡുവേ ഇസ് ദ ഫാദർ ഓഫ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് പ്രാഗ്മാറ്റിസം, ജോൺ ഡുവേ. ഐഡിയലിസം ആണെങ്കിലോ ഫാദർ ഓഫ് ഐഡിയലിസം പ്ലാറ്റോ ആണ്. ഓക്കെ, പ്ലാറ്റോ. അതുപോലെ തന്നെ ഫാദർ ഓഫ് ഹ്യൂമാനിസം ആരാണ്? ഫാദർ ഓഫ് ഹ്യൂമാനിസം പെട്രാക്ക് ആണ്. ഫാദർ ഓഫ് ഹ്യൂമാനിസം പെട്രാക്ക്. ഫാദർ ഓഫ് നേച്ചുറലിസം, ഹു ഇസ് ദ ഫാദർ ഓഫ് നേച്ചുറലിസം? റൂസോ. ഓക്കെ, ഫാദർ ഓഫ് നേച്ചുറലിസം റൂസോ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഹൈറാർക്കി ഓഫ് ലേണിംഗ് വാസ് ഗിവൺ ബൈ ഗാഗ്നെ, എബ്രഹാം മാസ്ലോ. ഹൈറാർക്കി ഓഫ് ലേണിംഗ് വാസ് ഗിവൺ ബൈ എ ഗാഗ്നെ, ബി എബ്രഹാം മാസ്ലോ, സി കർട്ട് ലെവിൻ, ഡി വെബർ. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഹൈറാർക്കി ഓഫ് ലേണിംഗ് വാസ് ഗിവൺ ബൈ ഗാഗ്നെ. ഓക്കെ, എബ്രഹാം മാസ്ലോ ഏതാണ്? ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ്. ഓക്കെ, ഹൈറാർക്കി ഓഫ് നീഡ്സ് ഗിവൺ ബൈ എബ്രഹാം മാസ്ലോ. കർട്ട് ലെവിൻ ആണെങ്കിലോ ആക്ഷൻ റിസർച്ച് ആണ്. ഓക്കെ, കർട്ട് ലെവിൻ ആക്ഷൻ റിസർച്ച്. വെബർ ആക്ഷൻ തിയറി. ഓക്കെ, ആക്ഷൻ തിയറി. വെബർ. ആക്ഷൻ റിസർച്ച് കർട്ട് ലെവിൻ. ഹൈറാർക്കി ഓഫ് നീഡ്സ് എബ്രഹാം മാസ്ലോ. ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഗാഗ്നെ. അടുത്തൊരു ക്വസ്റ്റ്യൻ. പ്ലേവേ മെത്തേഡ് വാസ് ഗിവൺ ബൈ ഹെൻറി കാഡ്വെൽ കുക്ക്, ഫ്രെഡറിച്ച് ഫോർബൽ, ഹെലൻ പാർക്കസ്റ്റ്, കിൽപാട്രിക്. ആരാണ് പ്ലേവേ മെത്തേഡ്? പ്ലേവേ മെത്തേഡ് വാസ് ഗിവൺ ബൈ എ ഹെൻറി കാഡ്വെൽ കുക്കാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ. അപ്പോൾ ഫ്രെഡറിച്ച് ഫോർബൽ ആണെങ്കിലോ കിൻഡൽ ഗാർഡൻ ആണ്. കിൻഡൽ ഗാർഡൻ. ഹെലൻ പാർക്കസ്റ്റ് ഡാൾട്ടൺ പ്ലാൻ. ഹെലൻ പാർക്കസ്റ്റ് ഡാൾട്ടൺ പ്ലാൻ ആണ്. ഓക്കെ. കിൽപാട്രിക് പ്രോജക്റ്റ് മെത്തേഡ്. In a lesson about water pollution, what is the best strategy a teacher should employ to help students' scientific skill? ഓക്കെ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ എല്ലാ ഓപ്ഷൻസും നന്നായിട്ട് വായിച്ചതിന് ശേഷമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ, ആസ്ക് സ്റ്റുഡൻസ് ടു റൈറ്റ് എ റിപ്പോർട്ട് അബൌട്ട് വാട്ടർ പൊല്യൂഷൻ.
B. Ask students to conduct an investigation in order to find out a solution regarding water pollution according to their choice. C. Ask students to use internet to do more reading about the subject. None of the above. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ എ ലെസൺ അബൌട്ട് വാട്ടർ പൊല്യൂഷൻ വാട്ട് ഈസ് ദ ബെസ്റ്റ് സ്ട്രാറ്റജി എ ടീച്ചർ ഷുഡ് എംപ്ലോയ് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് സയൻറ്റിഫിക് സ്കിൽ. സ്റ്റുഡൻസ് സയൻറ്റിഫിക് സ്കില്ലാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ടീച്ചർ ആസ്ക് ദ സ്റ്റുഡൻസ് ടു കണ്ടക്ട് ആൻ ഇൻവെസ്റ്റിഗേഷൻ in order to find out a solution regarding water pollution according to the choice. Okay. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. The three-dimensional scene used to creatively express learning. Diorama, puppet, specimen, all the above. Three-dimensional scene used to creatively express learning ആണ്. Creatively express learning. അപ്പോൾ അതെന്തായിരിക്കും? ഡയറോമ ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു 10 ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് മോക്ക് ടെസ്റ്റ് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ മാർക്സ് രേഖപ്പെടുത്തുക.